അപ്പം ഞാൻ നാട്ടിൽ വെച്ച് തന്നെ കഞ്ചാവ് വലിക്കുമായിരുന്നു. ഈ കേരളത്തിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ കഞ്ചാവ് വലിക്കുമായിരുന്നു, ബീഡി വലിക്കുമായിരുന്നു. അതായത് കണ്ണൂർ ചെമ്പേരി എന്ന് പറഞ്ഞായിരിക്കുന്ന സ്ഥലത്തെ എൻ്റെ ഒരു പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പെങ്ങളുടെ അതായത് ഭർത്താവിന്റെ ബന്ധത്തിലുള്ള ഒത്തിരി പേര് കഞ്ചാവ് വലിക്കുന്നവരും കുടിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊത്തുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ അവിടെയും അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ലപോലെ ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്ന പോലെ കഞ്ചാവ് വലിക്കേണ്ടത് എങ്ങനെയാണെന്നും വലിച്ചിട്ട് അതിന്റെ പുക എങ്ങനെയാണ് വിടേണ്ടതെന്നും ഒക്കെ പഠിച്ചത് അവിടെ വെച്ചാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാർ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ കാണാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് സാജൻ വർഗീസ്. വളരെ ദീർഘവർഷമായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുകയും അതോടൊപ്പം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയും ചെയ്തുകൊണ്ടിരുന്ന ദൈവദാസനാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നു. ഈ പ്രിയപ്പെട്ട പാസ്റ്ററുടെ ജീവിത അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് പാസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ ദൈവം പാസ്റ്ററെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് സാജൻ വർഗീസ് എന്നാണ്. എനിക്ക് ഭാര്യ ജോളി, 3 മക്കളുണ്ട്. മൂത്തയാൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഭർത്താവുമൊത്ത് ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ജോസ്ലിൻ സാജൻ അനീഷ് വർഗീസ്. രണ്ടാമത്തെ മകൻ കേരള ഗവൺമെൻറ്റിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആൾ സൈബർ ഫോറൻസിക്കിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. അയാൾ അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ താമസിക്കുന്ന ഇരട്ടയാറിൽ കട്ടപ്പനയിൽ കൃത്യം 4 കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഓക്കെ, പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്, എവിടെയാണ്? സത്യത്തിൽ ഞാൻ ജനിച്ചത് കോട്ടയത്ത് കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്മച്ചിയുടെ പാരമ്പര്യം CSIയിലായിരുന്നു. അങ്ങനെ ഞാൻ CSIയിലാണ് സത്യം പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിച്ചതും അല്പസ്വല്പം ബൈബിൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതും അവിടെ വന്നാണ്. ഓക്കെ, പാസ്റ്റർ ഈ CSIയിൽ നിന്ന് പിന്നീട് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താ? CSIയിൽ നിന്നും ഞാൻ പെന്തക്കോസ്തിലോട്ട് വന്നു എന്ന് നേരിട്ട് പറയുന്നത് തെറ്റാണ്. കാരണം എനിക്ക് ചാരു മജൂംദാറിന്റെ പാർട്ടിയോടായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ദൈവവിശ്വാസമല്ല. അതെന്താന്നും കൂടെ ഒന്ന് പറയണം, കാരണം ഈ ആളുകൾക്ക് അറിയത്തില്ല. ചാരു മജൂംദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നെക്സലൈറ്റ് പ്രസ്ഥാനം ആരംഭിച്ച അദ്ദേഹമാണ്. എനിക്കങ്ങനെ വിപ്ലവപരമായ ചിന്തകളും വിപ്ലവപരമായ ആശയങ്ങളും ഒക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും നെക്സലൈറ്റിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ പേരോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ പാർട്ടിയോടായിരുന്നു. അപ്പോൾ വിപ്ലവപരമായ ഒരു ജീവിതമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഗുജറാത്തിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ചുണ്ടായ ചില പ്രത്യേകമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടെ ഞാൻ കർത്താവിൻ്റെ ഭാഗത്തോട്ട് വന്നു എന്നുള്ളതാണ് ശരി. അപ്പം ഗുജറാത്തിൽ പോകുന്നതിന് മുമ്പ് CSI തന്നെ ആയിരുന്നു? അതെ, ഞാൻ CSIയിലായിരുന്നു. പള്ളിയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോകും, ഇഷ്ടമില്ലേ പോവുകയില്ല. അപ്പോ എത്രാമത്തെ വയസ്സിലാണ് ഗുജറാത്തിലേക്ക് പോയത്? ഞാൻ 18ാമത്തെ വയസ്സിൽ ഇവിടെ നിന്ന് ബീഹാറിലോട്ടാണ് ആദ്യം പോയത്. ഞാൻ ബീഹാറിൽ സഹർസ എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 2 വർഷത്തോളം താമസിച്ചു, ജോലി ചെയ്തു. ഒരു ഫാർമസിയിലായിരുന്നു. അതിനുശേഷം ഗുജറാത്തിൽ കച്ച് ജില്ലയിൽ ഗാന്ധിധാം എന്ന് പറഞ്ഞായിരിക്കുന്ന ഇടത്താണ് പോയത്. ഓക്കെ, അതിനു മുമ്പ് പാസ്റ്ററുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു ജോലി, അവരെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? എൻ്റെ അച്ചാച്ചൻ ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. കൂപ്പ് ലേലം വിളിച്ച് വീട്ടിൽ 2-3 ആനകളൊക്കെ പണിയെടുത്ത ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. 2-3 ലോറിക്ക് മരങ്ങൾ കയറ്റിവിട്ട്. പക്ഷേ അച്ചാച്ചൻ ഒരു വലിയ മദ്യപാനി ആയിരുന്നുകൊണ്ട് ഈ ഉണ്ടാക്കുന്ന കാശൊക്കെ മുണ്ടഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് താഴെ വീഴുന്നതൊക്കെ നാട്ടുകാർ പൊറിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഒരു മദ്യപാനിയായിരുന്നു തന്നെയല്ല അദ്ദേഹം. ഞങ്ങൾ ആകെ കങ്ങഴെ ജീവിച്ചായിരിക്കുന്ന സമയത്ത് കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഒരു സ്ഥിരം ഒപ്പിടേണ്ട ഒരാളുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ജീവിത സന്ദർഭത്തിൽ അച്ചാച്ചൻ ദൈവവിശ്വാസമില്ലാതെ ഒരു തികഞ്ഞ മദ്യപാനിയും ഒരു ചെറിയ റൗഡിയും ഒക്കെ ആയിട്ട് ജീവിച്ചു. ജ്യേഷ്ഠന്മാർ 2 പേരും അതേ പാത പിന്നീട് തിരഞ്ഞെടുത്തു. അമ്മ
ഒരു ഭക്തയായിരിക്കുന്ന സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് പാട്ടും പാടി ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് പാട്ടും, എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, അമ്മയോടുള്ള ഒരു ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് പാട്ടും പാടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മീയ ബന്ധം മാത്രമേ എനിക്ക് കർത്താവുമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പോ സഹോദരങ്ങളൊക്കെ? മൂത്ത പെങ്ങള് ബീഹാറിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞുടനെ ബീഹാറിൽ പോയി. ഏതാണ്ട് 38 വർഷത്തോളം ഗവൺമെന്റ് സർവീസിലായിരുന്നു. അതിനുശേഷം നേരെ ഇളയ ആള് ഒരു ജോണിച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം ഒരു അച്ചാച്ചൻ്റെ മറ്റൊരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ 2 പെങ്ങന്മാരായിരുന്നു. അവരൊക്കെ വീട്ടിൽ അമ്മയെ ഭയപ്പെട്ട് മാനിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവരാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹവും പിതാവിൻ്റെ പാത ഒരു 80% പിന്തുടർന്നു. അദ്ദേഹം ഇപ്പോൾ ജീവനോടുണ്ട്. അദ്ദേഹം കണ്ണൂർ താമസിക്കുന്നു. അതിൻ്റെ ഇടയിൽ പെങ്ങളും ബീഹാറിൽ ഏതാണ്ട് 36 വർഷം സർക്കാർ ജോലിയിലായിരുന്നു. അതിന് ശേഷം ഞാനാണ്. എൻ്റെ ഒരു അനുജനുണ്ട്, അദ്ദേഹം കണ്ണൂര് താമസിക്കുന്നു. നിങ്ങൾ മുഴുവൻ എത്ര മക്കളാണ്? ഞങ്ങൾ 4 ആണും 4 പെണ്ണും 8 മക്കളാണ്. 8 മക്കളാണ്. അതിൽ ഒരു മകൻ ഇപ്പോൾ എവിടാന്നൊരു പിടിയില്ല. ഒരു 10-35 വർഷത്തിലേറെയായി. അദ്ദേഹം എവിടെയാണെന്ന് അറിയത്തില്ല. പേരെന്താണ് അദ്ദേഹത്തിന്റെ? ജോണിക്കുട്ടി. ജോണിക്കുട്ടി എന്ന് പേരുള്ള ഒരു സഹോദരൻ ഈ പാസ്റ്ററുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം 30 വർഷമായിട്ട് എവിടെയാണെന്ന് യാതൊരു ഉള്ള പിടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ 8 മക്കളും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് പാസ്റ്ററുടെ കുടുംബം. അതെ, 10 പേരാണ് മുഴുവൻ. അപ്പോൾ പാസ്റ്റർ ബീഹാറിൽ ചെന്നു, ജോലിയുമായി ബന്ധപ്പെട്ട്. പിന്നീട് അങ്ങോട്ടാണ് പോയത്? ബീഹാറിൽ ഒരു ചെറിയ ലവ് അഫെയർ ഒക്കെ ഉണ്ടായി. ഒരു ബംഗാളി പെൺകുട്ടിയുമായിട്ട്, റൂബി ബാനർജി എന്നാണ് അവളുടെ പേര്. അപ്പം അത് പറഞ്ഞാൽ ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. പെങ്ങൾക്കും അളിയനും ഒന്നും അത് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ സ്വരച്ചേർച്ചയില്ലാതെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഗുജറാത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. ഗുജറാത്തിൽ ചെന്ന് അവിടെ വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു സ്ലിപ്പ്. അവിടെ ഈ ഗുജറാത്തിൽ ചെന്ന് എന്തു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെന്നത്? ജോലിയുമായിട്ട് ബന്ധപ്പെട്ടല്ല. എൻ്റെ ഉപ്പാപ്പന്റെ മകളും മരുമകനും അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കെയർ ഓഫിലാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ആദ്യം 8 രൂപ ശമ്പളം ദിവസമുള്ളതായിരിക്കുന്ന ഒരു ജോലിക്ക് ചേർന്നു. അത് മിക്കവാറും 20-22 ദിവസമേ കാണുകയുള്ളൂ. അപ്പം വിശപ്പും പട്ടിണിയും ഒക്കെ സ്ഥിരം കൂട്ടുകാരായി. അല്ല, അത് ഏത് കാലഘട്ടത്തിലാണ് 8 രൂപ ശമ്പളം കിട്ടുന്ന ജോലി? 83. അപ്പൊ 8 രൂപയ്ക്കൊന്നും വിലയുണ്ട്. 8 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു മനുഷ്യന്റെ. പക്ഷേ വീടിന് വാടകയൊന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ പെങ്ങളുടെ കൂടെ ആയിരുന്നു, ഈ ഉപ്പാപ്പന്റെ മകളുടെ ആയിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു വാടക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരിക്കലും എന്നെ അലട്ടിയിട്ടില്ല. എന്നാൽ വിശപ്പ് കൊണ്ട് ഞാൻ ഗോതമ്പ് മാവ് എടുത്ത് കുഴച്ചു പഞ്ചസാര ഇട്ട് നിന്ന് വയറ്റിൽ, അതായത് ദഹനക്കേട് വന്ന് നടക്കുന്ന, അത്രമാത്രം കല്ല് തിന്നാൽ ദഹിക്കുന്ന ഒരു പ്രായത്ത് കഴിക്കാൻ ആഹാരമില്ലാതെ ഞാൻ അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്ലിപ്പർ ചെരുപ്പ് അതിന്റെ അടിഭാഗം എല്ലാം വട്ടത്തിൽ തേഞ്ഞ് ഞാൻ സേഫ്റ്റി പിന്നെല്ലാം അതേ കുത്തി ആണ് ഗുജറാത്തിൽ കുറെ കാലം കഴിച്ചത്. എന്നാൽ കുറേയേറെ നല്ല സ്നേഹിതന്മാർ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ നാടകത്തോടും കലാരംഗത്തോടും ആഭിമുഖ്യം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ഉള്ളതായിരിക്കുന്ന ഒരു കയ്യെഴുത്ത് മാസികയിൽ ചില കാര്യങ്ങളെല്ലാം എഴുതും. അതെല്ലാം വളരെ സന്തോഷത്തോടെ അവർ പ്രസിദ്ധീകരിക്കും. അങ്ങനെ ഒരു കാലമായിരുന്നു ഏതാണ്ട് 84-85 വരെ. അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. കഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വയം വരുത്തി വെച്ചതായിരിക്കുന്ന വിനകളായിരുന്നു ഏറെ. കാരണം മദ്യപിക്കുമായിരുന്നു. അത് തന്നെയല്ല, കാണ്ട്ല പോർട്ടിൽ ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് ഡ്രൈ ഏരിയ ആണ്. മഹാത്മാഗാന്ധിയും മൊറാർജി ദേശായിയും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ ജനിച്ചു എന്നുള്ള കാരണത്താൽ ഗുജറാത്ത് സംസ്ഥാനത്തെങ്ങും മദ്യഷാപ്പുകളില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ആ ലിമിറ്റഡ് എമൗണ്ട് മദ്യം വാങ്ങാനുള്ള ക്രമീകരണങ്ങൾ മാത്രം 5 സ്റ്റാർ ഹോട്ടലുകളിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പോർട്ടിൽ നിന്നും, കാണ്ട്ല പോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ പോയിട്ട് കൂട്ടുകാരും ഒത്ത് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ കുടിക്കുമായിരുന്നു. അത്യാവശ്യം കുടിയും പുകവലിയും ഒക്കെ. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ദൈവവുമായിട്ട് ഞാൻ കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതം യാതൊരു രീതിയിലും എന്നെ സ്വാധീനിച്ച ഒന്നല്ലായിരുന്നു. ആത്മീയ ജീവിതം വളരെ പൂർണ്ണമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ഹോട്ടലിൽ എനിക്ക് മാനേജറായിട്ട് ജോലി കിട്ടി. അത്യാവശ്യം ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ കർത്താവ് ഒരു കൃപ തന്നിരുന്നതുകൊണ്ട് അപ്പോൾ ഹോട്ടലിൽ ജോലി കിട്ടി അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ വരുന്ന ആൾക്കാരെ മദ്യമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും പോർട്ടിൽ നിന്ന് കൊണ്ടുവരും, അവരുമായിട്ടും ഇരുന്ന് കുടിക്കും.
അങ്ങനെ അവിടെ ഈ കിട്ടുന്ന പൈസ മുഴുവൻ അവിടെ കുടിച്ചും വലിച്ചും തീർക്കുക എന്നുള്ളതല്ല. ഞാൻ ഒരു പൈസ പോലും എൻ്റെ വീട്ടിൽ ആദ്യമൊന്നും അയക്കുമായിരുന്നില്ല. അപ്പൊ ഇത് എത്രാമത്തെ വയസ്സിലായി സംഭവം? ഈ സംഭവം നടക്കുന്നത് 22-23 വയസ്സിലാണ്. അപ്പൊ ഞാൻ നാട്ടിൽ വെച്ച് തന്നെ കഞ്ചാവ് വലിക്കുമായിരുന്നു. ഈ കേരളത്തിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ കഞ്ചാവ് വലിക്കുമായിരുന്നു, ബീഡി വലിക്കുമായിരുന്നു. അതായത് കണ്ണൂർ ചെമ്പേരി എന്ന് പറഞ്ഞായിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ പെങ്ങളുടെ അതായത് ഭർത്താവിന്റെ ബന്ധത്തിലുള്ള ഒത്തിരി പേര് കഞ്ചാവ് വലിക്കുന്നവരും കുടിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊത്തുള്ളതായിരിക്കുന്ന ജീവിതത്തിൽ അവിടെയും അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ലപോലെ ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്ന പോലെ കഞ്ചാവ് വലിക്കേണ്ടത് എങ്ങനെയാണെന്നും വലിച്ചിട്ട് അതിന്റെ പുക എങ്ങനെയാണ് വിടേണ്ടതെന്നും ഒക്കെ പഠിച്ചത് അവിടെ വെച്ചാണ്. അതെ, ഈ കഞ്ചാവ് വലിക്കുകയും ബീഡി വലിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഈ സാമ്പത്തിക നഷ്ടവും ഉണ്ടായതല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രയോജനം ഉണ്ടായില്ല. കാരണം എൻ്റെ വീട് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു എൻ്റെ വീട്. അതുകൊണ്ട് അച്ചാച്ചൻ വലിക്കും, അച്ചാച്ചൻ്റെ ഞങ്ങൾക്ക് എടുത്ത് വലിക്കാം, ഞങ്ങൾ വാങ്ങി വെച്ചാൽ അച്ചാച്ചൻ വലിക്കും. പിന്നെ അച്ചാച്ചൻ സിഗരറ്റ് മാത്രമേ വലിക്കുള്ളായിരുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന്റെ നഷ്ടവും ലാഭമൊന്നും ഒരിക്കലും കണക്ക് കൂട്ടിയിട്ടില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും ബോധമുള്ള ഒരു സമയമായിരുന്നില്ല. ഈ കഞ്ചാവ് വലിക്കുന്നതോടൊപ്പം മദ്യപാനം ഉണ്ടായിരുന്നു? മദ്യപാനമില്ല, ഫ്രീ കിട്ടുന്നതാണ് കുടിച്ചോണ്ടിരുന്നത്. ഞാൻ കാശ് കൊടുത്ത് വളരെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. ഫ്രീ കിട്ടുന്നതാണ് കുടിച്ചോണ്ടിരുന്നത്. അപ്പൊ എവിടെയെങ്കിലും ചെന്നാൽ കമ്പനി കൂടുക, ഫ്രീ ആയിട്ട് കിട്ടുക ആണെങ്കിൽ അത് കിട്ടും. കാരണം അവർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവർക്കും ഒരു നല്ല കമ്പനി ആവശ്യമായതുകൊണ്ട് അവർ തരും. അതെ. അപ്പോ ഇങ്ങനെ കഞ്ചാവ് വലിച്ചും മദ്യപിച്ചും ബീഡി വലിച്ചും ഒക്കെ ഗുജറാത്തിൽ കൂടെ സഞ്ചരിച്ച സമയത്ത് ഒരു ജോലി കിട്ടി. ഒരു ജോലി ആദ്യം കിട്ടി. ആ ജോലി കിട്ടിയ പൈസ മുഴുവൻ ഇങ്ങനെ കുടിച്ചും വലിച്ചും തീർത്തു. അതെ. പിന്നീട് എന്ത് സംഭവിച്ചു? അവിടെ വെച്ച് എനിക്ക് മലേറിയ രോഗം പിടിപെട്ട് വളരെ മാരകമായി, അതായത് ഞാൻ മരിച്ചു പോകുന്നു ഏതാണ്ട് എനിക്കൊരു ചിന്ത വന്നതായിരിക്കുന്ന സമയത്ത് അവിടെ എൻ സ്റ്റീഫൻസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ചർച്ച് ഓഫ് ഗാന്ധിധാമിലെ പാസ്റ്റർ. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയി അദ്ദേഹത്തിന്റെ ചർച്ചിൽ എന്നെ കിടത്തി ഛർദിക്കും, അതെല്ലാം അദ്ദേഹം കോരിക്കളയും, വീണ്ടും എനിക്ക് ബാർലി വെള്ളവും കഞ്ഞിവെള്ളവും ഉണ്ടാക്കി തരും. അങ്ങനെ അദ്ദേഹം മരുന്നുമെല്ലാം വാങ്ങി തന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം അതിൽ നിന്ന് കിട്ടി. അപ്പം എന്നെ പലരും പള്ളിയിലോട്ട് വിളിച്ചു. എനിക്ക് അദ്ദേഹം ചെയ്തു വന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക കടപ്പാടോ മമതയോ ഒന്നും എനിക്ക് തോന്നിയിരുന്നുമില്ല. എന്നാൽ പെന്തക്കോസ്റ്റിലുള്ളായിരിക്കുന്ന പല ആൾക്കാരും എന്നെ പരിചയപ്പെട്ട് വന്ന് സ്ഥിരമായിട്ട് വിളിക്കുകയും എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഞാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ, അതായത് രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക്, കാരണം CSIയിലായിരുന്നുകൊണ്ട് വേദപുസ്തകം അത്യാവശ്യം എനിക്ക് കാര്യം അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടവരും ഞങ്ങളാരും മോശക്കാരൊന്നുമല്ല, നല്ല കുടുംബ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഇപ്പൊ മദ്യപാനമോ പുകവലിയൊന്നും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ ഒരു മോശം റെക്കോർഡ് കൊണ്ടുവരുന്നില്ല. എല്ലാ പാരമ്പര്യക്കാർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാനൊരു വളരെ നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് പാസ്റ്ററുടെ മുമ്പിൽ നിന്നത്. എന്നാൽ പാസ്റ്റർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. സ്നാനപ്പെട്ടോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ മുമ്പ് സ്നാനപ്പെട്ടായിരുന്നോ? ഇല്ല, സ്നാനപ്പെട്ടില്ല. ഞാൻ ചെറുപ്പത്തിലുള്ളതായിരിക്കും അതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെട്ടത്? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വേദപുസ്തകത്തിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാ മോനെ ഞങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്ത് കാണിച്ചു. അദ്ദേഹത്തോട് കുറേയേറെയൊക്കെ പിടിച്ചു വന്നെങ്കിലും പിന്നീട് ഞാൻ അമ്പെ പരാജയപ്പെട്ടു പോയി. കാരണം വേദപുസ്തകത്തിലെ സത്യങ്ങൾ അദ്ദേഹം തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങി. എന്നാൽ നീ ഉടനെ സ്നാനപ്പെടണമെന്നൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ചില ദിവസങ്ങളെല്ലാം പോയി. അപ്പൊ എനിക്ക് ഹോട്ടലിലെ ജോലി സാമാന്യം അക്കാലത്തെ നല്ല ശമ്പളമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ടൽ മാനേജറായിട്ട് സ്റ്റാൻഡേർഡ്, അതായത് വരുന്നതെല്ലാം വിദേശികളായിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ സർവീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അങ്ങനെ ജീവിച്ചായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടായി. ഞാൻ ആദ്യമായിട്ടൊരു 10 രൂപ കൊണ്ട് ഈ പാസ്റ്റർക്ക് കൊടുത്ത് അദ്ദേഹം എന്നെ സഹായിച്ചതല്ലേ എന്ന് വിചാരിച്ചു. ആ 10 രൂപയിൽ നിന്നാണ് സത്യത്തിൽ എന്റെ ദശാംശത്തിന്റെ കാര്യം നടക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവസന്നിധിയിൽ എനിക്ക് എങ്ങനെ 100% ഉറപ്പ് പറയാൻ കഴിയില്ല. എങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് എനിക്ക് കിട്ടുന്നതിൽ ഒരുപക്ഷെ 10 ആയിരിക്കാം, ഒരുപക്ഷെ അതിനേക്കാൾ പല മടങ്ങുകളായിരിക്കാം കൂടുതൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോൾ സംശയമുണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് അത് കൊടുത്തിട്ടില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷെ ദശാംശം എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അന്ന് മുതൽ ഇന്ന് വരെ ആഹാര കാര്യത്തിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പട്ടിണി അനുഭവിച്ച ദിവസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ പിന്നീട് ഞാനൊരു സ്റ്റാർ ഹോട്ടൽ, ആ കച്ച് ജില്ല എന്ന് പറയുന്നത് ഗുജറാത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ്. 40,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ജില്ലയാണ്. അതായത് നമ്മുടെ കേരളം കേവലം 38,000 ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. കേരളത്തെക്കാൾ വലുതാണ്
കച്ച് എന്ന് പറയുന്നതായിരിക്കുന്ന ജില്ല. ഞാനവിടെ കച്ച് ജില്ലയുടെ പലയിടത്തും അങ്ങനെ കൂട്ടുകൂടി പോവുകയും അപ്പം ഞാനവിടെ കച്ച് ജില്ലയിലെ ഒരൊറ്റ സ്റ്റാർ ഹോട്ടലേ ഉള്ളൂ. അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു. അന്നേരം തന്നെ അതിൻ്റെ അകത്തൊരു വലിയൊരു കാര്യം അദ്ദേഹം ചോദിച്ചു, ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നതിൻ്റെ അകത്ത് നിനക്ക് പ്രയാസമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആ കോൺസി ജാത്ത് ഞാൻ പറഞ്ഞു ഐ എം എ ക്രിസ്ത്യൻ. ഓ, അപ്പോഴത്തേന് അവര് എല്ലാരും കൂടെ ഹോട്ടലിലിരുന്ന ഈ അവരുടെ ആൾക്കാരെല്ലാം ആരെ ഫിർ ക്യാ സോചനായ എന്ന് പിന്നെ എന്നാ വിചാരിക്കാനാ ഫുൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. കാരണം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അവര് വിചാരിച്ചിരിക്കുന്ന ഫുൾ ഇംഗ്ലീഷാണ്. സത്യം പറഞ്ഞാൽ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ പരിതാപകരമായിരിക്കുന്ന ഭാഷയും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അവരെന്നെ അവിടെ മാനേജരായിട്ട് വെച്ചു. വളരെ നല്ല രീതിയിൽ അവരെന്നെ ട്രീറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് ഈ സ്റ്റീഫൻ പാസ്റ്റർ ചർച്ചിൽ പോയി. 1983 ഞാൻ, അതായത് ഒക്ടോബർ മാസം 2-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ട ശേഷം ആ ചർച്ചിൽ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ചില പ്രത്യേകമായിരിക്കുന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കേണ്ടതായി, ഞാൻ അവിടുന്ന് ആ സഭ വിട്ടിട്ട് ഞങ്ങൾ ഒരു 10-50 പേരോളം ഗാന്ധിധാമുള്ള IPC ചർച്ചിലോട്ട് മാറി. അതിന് സ്റ്റീവൻ പാസ്റ്റർ കുറ്റക്കാരനോ മറ്റാരും കുറ്റക്കാരല്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഞങ്ങൾ അതിനകത്തോട്ട് മാറി എന്ന് മാത്രമേ. അപ്പൊ പിന്നീട് പാസ്റ്റർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, സ്നാനപ്പെട്ടു. അതിനെക്കുറിച്ച് പറയാം. പിന്നീട് ഒരു സുവിശേഷകനാകണം അല്ലെങ്കിൽ ഒരു പാസ്റ്ററായി തീരണം എന്നുള്ളൊരു ചിന്താഗതി വരാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ ചർച്ച് ഓഫ് ഗാന്ധിധാമിലായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സുവിശേഷ വേലയോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ചർച്ചിൽ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും മുജേക്ക് ഷഹീദ് ഹോന ഹെ, അതായത് എനിക്കൊരു രക്തസാക്ഷിയായി തീരണം എന്നായിരുന്നു ഞാൻ എന്നും പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, കുഞ്ഞെ നീ ചിന്തിക്കുന്ന പോലൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന്. പക്ഷെ എനിക്ക് സുവിശേഷത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ചർച്ചിൽ നിന്നും ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് 10-15 സ്കൂട്ടറിൽ 2 പേര് വെച്ച് ആ ഗ്രാമങ്ങളിലെല്ലാം സുവിശേഷം പറയുവാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ചർച്ച് ഓഫ് ഗാന്ധിധാമിലോട്ട് വന്നപ്പോൾ മിസ്റ്റർ എഡിസൺ തോമസ് അദ്ദേഹം നേതൃത്വം തന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ഗാന്ധിധാമിൽ VG സ്കറിയ, തോമസ് മാത്യു, പാപ്പച്ചായൻ, ഇങ്ങനെ പറയുന്ന, അതായത് വീരന്മാരായിരിക്കുന്ന തെല്ലും ഭയമില്ലാത്ത കുറെ പേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്ഥിരം പോകുമായിരുന്നു. അപ്പൊ എഡിസൺ തോമസും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ ഗാഢമായിരുന്നു. അതുകൊണ്ട് മറ്റാരും വരാത്ത സമയത്തും ഞങ്ങൾ ആ ജില്ലകളിലെല്ലാം പോകും. ഏതാണ്ട് 110 ജില്ലകള്, കച്ച് ജില്ലയിൽ ആകെ 910 ഗ്രാമങ്ങളാണ്. അതിൽ ഏതാണ്ട് 115 ഗ്രാമങ്ങളിൽ ഞാനും എഡിസൺ ബ്രദറും കൂടെ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. കൂടുള്ളവർക്കൊക്കെ തല്ല് കിട്ടിയിട്ടുണ്ട്, ഏറ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു ഉപദ്രവം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ 1989 എനിക്ക് തോന്നി ഇനി ഈ ജോലിയൊക്കെ രാജിവെക്കണം. അപ്പോഴേക്ക് ഞാൻ ഹോട്ടലിലെ മാനേജർ ജോലിയൊക്കെ വിട്ട് ഒരു കമ്പനിയുടെ മാനേജരായി. ആ കമ്പനിയുടെ ഡയറക്ടർ എന്നെ 2 കമ്പനികൾ ഏൽപ്പിച്ചു. ആ 2 കമ്പനിയുടെ മാനേജരായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയായിരുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന അക്കാലത്തെ ഏതാണ്ട് നല്ല ശമ്പളം ദൈവകൃപയാൽ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വിവാഹം നടന്നു. 1988 മാർച്ച് 4-ാം തീയതിയാണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന അവസ്ഥ കർത്താവ് തന്നു. എന്നാൽ 1992 എൻ്റെ ഒരു കസിൻ ബ്രദർ, ഫസ്റ്റ് കസിൻ പാസ്റ്റർ ജോൺ കെ ചാക്കോയുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് സുവിശേഷ വേല ചെയ്യാൻ വളരെ താല്പര്യമല്ലേ, നീ എൻ്റെ കൂടെ വന്ന് വേല ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ. അത് ഞാൻ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ബന്ധത്തിൽ ഞാൻ വന്നതായിരിക്കുന്ന സമയത്താണ് ഈ അഭിമുഖം ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഗാന്ധിധാമിൽ പോയി. ഞാൻ ചർച്ചിലും പറഞ്ഞു ഐ ആം ഗോയിങ് ടു ലീവ് ദ ജോബ്. അപ്പൊ എന്റെ മുതലാളിക്ക് ഞാൻ കത്തയച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, യു സീ ഇഫ് ഗോഡ് ഈസ് കോളിംഗ് ഐ ആം നോബഡി ടു ഒബ്സ്ട്രക്ട് യു. ദൈവമാണ് നിന്നെ വിളിക്കുന്നെങ്കിൽ നിന്നെ തടഞ്ഞു നിർത്താൻ ഞാൻ ആരുമല്ല. ബട്ട് doors are kept open for you. Whenever you feel to come back, you can come back, even without a phone call. എന്നൊരു എന്താ പറയണ്ടേ പ്രതിജ്ഞ തന്ന് അദ്ദേഹം എനിക്ക് കുറെ ആവശ്യത്തിനുള്ള കാശ് കാര്യങ്ങളെല്ലാം തന്നു. അന്ന് എൻ്റെ പപ്പായും മമ്മിയും എന്നോടൊപ്പം ഗാന്ധിധാമിലായിരുന്നു. അങ്ങനെ ഞാനും ജോളിയും കൂടെ മെയ് മാസം 18-ാം തീയതി അവിടെ നിന്ന് തിരിച്ചു. 21-ാം തീയതി ഇരട്ടയാറിൽ വന്നു. അന്ന് ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചതാണ്.
അപ്പോൾ അപ്പൊ അത് ഏത് വർഷമാണ് പാസ്റ്റർ തിരിച്ചു വന്നത്? 1993 മെയ് മാസം 18-ാം തീയതി ജോലി വിട്ടു. 21-ാം തീയതി ഇവിടെ വന്ന് ആ സമയത്ത് തന്നെ, അതായത് ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഒരു ആരാധന ആരംഭിച്ചു. അതായത് അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിൽ എത്ര വർഷം പാസ്റ്റർ ഉണ്ടായിരുന്നു? നോർത്ത് ഇന്ത്യയിൽ ഓൾ ടുഗദർ 80 മുതൽ 93 വരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും വർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ കട്ടപ്പന വന്നു, ഇവിടെ ഇരട്ടയാറി വന്നു, ഒരു ചർച്ച ആരംഭിച്ചു. ആ ചർച്ച ആരംഭിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഞങ്ങളൊരു മിഷണറി പ്രവർത്തനത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു മാർഗം ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അപ്പം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. ജീവൻ ജ്യോതി ക്രിസ്ത്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നായിരുന്നു അതിന്റെ പേര്. അല്ല, അത് എവിടെ ആരംഭിച്ചത്? അത് ഇരട്ടയാറിൽ തന്നെ. ഇപ്പോൾ ചർച്ച് സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന സ്ഥലത്താണ് ആരംഭിച്ചത്. അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേല ആരംഭിച്ച് ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ചില തടസ്സങ്ങൾ വന്നു. ഈ പെന്തക്കോസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുന്നതിന് മാതാപിതാക്കന്മാർ തയ്യാറായിരുന്നെങ്കിലും സഭയുടേതായിരിക്കുന്ന മേലാളന്മാർ അതിന് അതെ അവരതിന് തടസ്സം പറയുകയും കുട്ടികളെ ഇനി അവിടെ വിടരുത് എന്നുള്ള ഒരു തിട്ടൂരം ഇറക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഒരുപക്ഷെ അവരുടെ മാമോദീസ, അതുകൂടാതെ അവരുടെ വിവാഹം ശവോടക്കലൊന്നും നടക്കില്ല എന്ന് ഭയപ്പെട്ട് എന്നെ വിട്ട് ഒരു കുറച്ചു പേര് പോയി. ബാക്കിയുള്ള കുറച്ചുപേര് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്, ഇത് സാർ നിർത്തണ്ട എന്ന് പറഞ്ഞ് അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എനിക്കറിയാം കുറെ കാലം കഴിയുമ്പോൾ കാലം മാറി മറിയും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമായിട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ ജനങ്ങൾ വിട്ടുപോയാൽ വാങ്ങുന്നതായിരിക്കുന്ന വസ്തുവകളെല്ലാം നഷ്ടമാകും. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 3-ാമത്തെ വർഷം ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ദേശത്ത് ഈ പഞ്ചായത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ രാജു, ഷാജി, ഞങ്ങൾ 3 പേരും കയറി സുവിശേഷം പറയാത്തതായിരിക്കുന്ന വീടുകളില്ലായിരുന്നു. എല്ലാ വീടുകളിലും ട്രാക്റ്റും കൊടുത്ത് ഇരട്ടയാർ പഞ്ചായത്തിനെ സുവിശേഷീകരിച്ചു. ഒരു 95 ആയപ്പോഴേക്കും കംപ്ലീറ്റ് സ്ഥലത്ത് ഞങ്ങൾ ട്രാക്റ്റ് കൊടുത്തു. അന്ന് ഇവിടെ മറ്റ് ദൈവസഭകളില്ലായിരുന്നു. ഞാൻ വന്ന സമയത്താണ് IPCയുടെ പ്രവർത്തനം ഇരട്ടയാറിൽ ആരംഭിക്കുന്നത്. എന്റെ വരവോടുകൂടി ഒരുപക്ഷെ ഈ ഞങ്ങളുടെ കൂട്ടായ്മയും IPCയുടെ കൂട്ടായ്മയും ഇവിടെ ഒരുമിച്ചാണ് ആരംഭിച്ചത്. എന്നാൽ അന്ന് ഇവിടെ ഉള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അത് അന്തർദേശീയ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ചായിരുന്നു. ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ചില അപൂർവം ചെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ചർച്ചിന്റെ വളർച്ച അഭൂതപൂർവമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടത് ഈ സാധുക്കളായിരിക്കുന്ന മനുഷ്യര്, അതായത് പാറയുടെ മുകളിലൊക്കെ താമസിക്കുന്ന ഒത്തിരി ദരിദ്രരായിരിക്കുന്ന മനുഷ്യരുണ്ട്, അവരുടെ ഇടയ്ക്കായിരുന്നു. അപ്പം പ്രവർത്തനവും അല്പസ്വല്പ സഹായങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ അവരെല്ലാവരും കൂടെ ചർച്ചിൽ വന്നു. ചർച്ചിൽ ഒരു 100-150 പേരുണ്ടായിരുന്നു ഒരു സമയമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹോൾ നിറച്ച ആൾക്കാരായിരുന്നു. എന്നാൽ വേറൊരു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയും ജാതികളിൽ നിന്ന് വന്നവർ ജാതികളോട് കൂടെയുള്ള കൂട്ടായ്മയിൽ നിൽക്കണമെന്നൊരു ദുരുപദേശം പറഞ്ഞ് അവരെ എല്ലാവരെയും കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഞാനും ജോഡിയും കുഞ്ഞുങ്ങളും ഒരു ഫാമിലി മാത്രമായി. വീണ്ടും സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ വീണ്ടും ഈ ദേശത്തു നിന്ന് വളരെയേറെ ആൾക്കാർ വന്നു. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2000-ൽ കമ്പാഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സംഘടന ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന ലോകത്തുള്ള ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ്. അവർ വന്ന് ഞങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്താം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ജീവൻ ജ്യോതി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും കൂടുതൽ ആള് ഞാനായിരുന്നില്ല. എന്റെ കസിൻ ബ്രദറായിരുന്ന പാസ്റ്റർ ജോൺ ചാക്കോയും പാസ്റ്റർ EV കുര്യനുമായിരുന്നു. അവരായിരുന്നു വേണ്ട സപ്പോർട്ടുകളെല്ലാം തന്ന് ഞങ്ങളെ ഇവിടെ നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരെ വിസ്മരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യുവാനോ പറയുവാനോ കഴിയുകയില്ല. അവരെ ഞാൻ ഈ ചിത്രത്തിലോട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ ഈ 93 മുതലുള്ള വേലയിൽ എനിക്ക് ഇരട്ടയാറിൽ വരാൻ കാരണമായതും ഇരട്ടയാറിൽ എന്റെ വേലയ്ക്ക് അത്യാവശ്യം ഞങ്ങളുടെ ഉപജീവന മാർഗത്തിനുള്ളത് തന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തത് ഈ 2 കസിൻ ബ്രദേഴ്സ് ആയിരിക്കുന്ന ജ്യേഷ്ഠന്മാരായിരുന്നു. അവർ രണ്ടുപേരും കർത്താവിന്റെ വേലയിലാണ്. ഒരാൾ പാമ്പാടിയിൽ താമസിക്കുന്നു, ഒരാൾ കമഴ ഇപ്പോഴും താമസിക്കുന്നു. അങ്ങനെ കമ്പാഷനുമായിട്ടുള്ള ടൈപ്പിൽ എനിക്ക് 450 പിള്ളേരെ വരെ എടുത്തു വളർത്തിയതായിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അത് ഡേ സ്കോളേഴ്സ് ആയിരുന്നു. അവർ പകല് വരും,
രാവിലെ ഒരു 7 മണിയോടുകൂടി വരും. അപ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയർ നിറച്ചു കൊടുക്കണം. ആ കുട്ടികൾക്കുള്ള ബുക്ക്, പുസ്തകം, പേന, പെൻസില്, യൂണിഫോം, കളർ ഡ്രസ്, അങ്ങനെ അതായത് പല്ല് തേക്കാൻ പേസ്റ്റ്, ബ്രഷ്, തലയിൽ തേക്കാൻ എണ്ണ, കുടിക്കാൻ സോപ്പ്, അലക്കാൻ സോപ്പ്, ഇങ്ങനെയുള്ള സകലതും കൊടുത്താണ് ഈ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരുന്നത്. അന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബാഗായിരുന്നു സ്കൂൾ ബാഗ്, സ്കൂബി എന്ന് പറയുന്നത്. അപ്പൊ സ്കൂബി ബാഗ് കൊടുത്തപ്പം ഒരിക്കൽ ഒരു അച്ഛൻ പറഞ്ഞു, എന്തുമാത്രം ഇയാൾക്ക് കിട്ടിയിട്ടായിരിക്കും സ്കൂബി ബാഗ് ഇയാൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. കാരണം മനുഷ്യരൊരിക്കലും നാം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തിയെ അതിൻ്റെതായിരിക്കുന്ന അർത്ഥത്തിലോ അതിൻ്റെതായിരിക്കുന്ന ഗൗരവത്തിലോ ആയിരിക്കില്ല കാണുന്നത്. അവരെപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ത് ഉണ്ട് ഫോൾട്ട് എന്ന് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒത്തിരി ആക്ഷേപങ്ങൾ ഏറ്റിട്ടുണ്ട്. ഞാൻ എന്റെ മോട്ടോർ സൈക്കിൾ വാങ്ങിയപ്പോൾ കട്ടപ്പനയുള്ള ഷാജിയും സാബുവും കൂടാണ് ആ മോട്ടോർ സൈക്കിൾ എനിക്ക് വാങ്ങിത്തന്നത്. പക്ഷെ എന്റെ കൂടെ വന്നവർ വരെ പറഞ്ഞു, പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ കാശ് കട്ട ഉണ്ടാക്കി അങ്ങനെ വാങ്ങിയെന്ന് പറഞ്ഞു. ഷാജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. അവരോടൊക്കെ ചോദിച്ചാൽ ആ സത്യാവസ്ഥ തുറന്ന് പറയാൻ കഴിയും. അങ്ങനെ കമ്പാഷന്റെ ഈ പ്രോഗ്രാം കേരളത്തിലാകമാനം, അതായത് ഞങ്ങൾക്ക് 2 പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇരട്ടയാറിലും മറ്റൊന്ന് ചേറ്റുകുഴിയിലും. ചേറ്റുകുഴിയിലെ പ്രോജക്റ്റും ആരംഭിച്ചത് ഞാനാണ്. അവിടെ പാസ്റ്റർ വർഗീസ് മാത്യു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ കഴിവുള്ള, ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന, നല്ല കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല കാലിബർ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ആ ജോലി വേണ്ട, അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് എല്ലാം അമേരിക്കയിലായതുകൊണ്ട് അദ്ദേഹം ആ ജോലി വിട്ടിട്ട് പോയി. അപ്പൊ ഞാൻ ഏതാണ്ട് 16 വർഷത്തോളം കമ്പാഷന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. ഈ ഇരട്ടയാറിലുള്ള 450 കുടുംബങ്ങളെ സന്ധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി. അങ്ങനെ വലിയൊരു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുവാനായിട്ട് പാസ്റ്റർക്ക് ഇടയായി. അപ്പൊ പാസ്റ്ററുടെ സഭയുടെ പേരെന്താണ്? ഞങ്ങളുടെ ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് ചർച്ചിന്റെ പേര്. ഞങ്ങൾക്ക് ആകെ 5 ചർച്ചുകളേ ഉള്ളൂ. ഈ 5 ചർച്ചുകളിൽ ഞങ്ങൾ മറ്റ് ഒത്തിരി ന്യൂ ലൈഫ് ഉണ്ട്, ബോംബെയിലുണ്ട്, ഗാന്ധിധാമിലുണ്ട്. ഇവരും ആരുമായിട്ട് അങ്ങനെ ഒരു അഫിലിയേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ എവിടെ പ്രവർത്തനം ആരംഭിച്ചാലും ആദ്യം അവിടെ ചൈൽഡ് ഡെവലപ്മെന്റിനുള്ള ഒരു പരിപാടി തുടങ്ങും. അതായത് ചുമ്മാതെ പോയിട്ട് ഒരു ചെറിയ കൂര ഉണ്ടാക്കിയിട്ട് പ്രവർത്തനം ആരംഭിക്കില്ല. അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അവിടെ, അതായത് ഓർഫനേജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുക. ഞാൻ ഇവിടെ വന്ന് 94 മുതൽ ഞാൻ കുട്ടികളെ ഇവിടെ എന്റെ കൂടെ വളർത്താൻ തുടങ്ങി. ഞാൻ ജോലി അത് നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 99 വന്നപ്പോൾ ആൺകുട്ടികളെ കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റി ജ്യേഷ്ഠന്മാരുള്ളതായിരിക്കുന്ന അവിടെ ഇടവട്ടാലിലോട്ട് ആ പ്രവർത്തനം മാറ്റി. അപ്പോൾ പെൺകുഞ്ഞുങ്ങൾ, എന്റെ കൂടെ 33 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 33 പെൺകുഞ്ഞുങ്ങളിൽ 5 പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചു. ഈ വിവാഹം കഴിച്ചയച്ച പെൺകുട്ടികളെല്ലാം പെന്തക്കോസ്റ്റിലെ ഉപദേശിമാരോ അല്ലെങ്കിൽ സഭാ പ്രവർത്തനം നടത്തുന്നതായിരിക്കുന്ന ആൾക്കാരാണ്. ഈ പെൺകുട്ടികൾ ആരും ക്രിസ്ത്യാനികളായിരുന്നില്ല. ഇവരെല്ലാവരും സുവിശേഷ പ്രവർത്തനത്താൽ കർത്താവിനെ അറിഞ്ഞവരാണ്. ആ സമയത്ത് ഗാന്ധിധാമിൽ നിന്ന് എന്നെ സന്ദർശിക്കുവാൻ വന്നതായിരിക്കുന്ന 2 പേരാണ് എഡിസൺ തോമസും VG സ്കറിയായും. അവരിവിടെ കടന്നു വരിക മാത്രമല്ല, എന്റെ അന്നത്തെ ദരിദ്രാവസ്ഥയിൽ എന്നെ ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ആൾക്കാരാണ് ഇവരെ 2 പേരും. അപ്പൊ സുവിശേഷത്തിന് ഇവിടെ എതിർപ്പുണ്ടാകാൻ വലിയ കാരണം ഒരു നായർ സ്ത്രീ രക്ഷിക്കപ്പെട്ടു വന്നു. പറയാം രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ആ സ്ത്രീ സത്യത്തിൽ അവരുടെ 2 കുഞ്ഞുങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം ഭർത്താവ് മാനസിക സ്ഥിരതയുള്ള ഒരാളല്ല, ദാരിദ്ര്യം കൊടികുത്തി വഴിയാണ്. അവര് ഉന്നത കുലജാതരാണെന്നൊക്കെ പറയുമ്പോഴും അത്രമാത്രം ബുദ്ധിമുട്ടിലായിപ്പോയി. അവര് സ്വന്തമായിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സ്വത്തുകളുണ്ട്, പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റാതെ. അപ്പോൾ ഇവിടെ വന്നതായിരിക്കുന്ന സമയത്ത് ഫാസ്റ്റർ വി കുര്യൻ, എന്റെ ജ്യേഷ്ഠൻ, ആ സഹോദരിയുമായിട്ട് സുവിശേഷം പങ്കിട്ടു. 15 മിനിറ്റ് സുവിശേഷം പറഞ്ഞുള്ളൂ. ആ സ്ത്രീ അവിടെ രക്ഷിക്കപ്പെട്ടു, അവിടെ മാനസാന്തരപ്പെട്ടു. അതിനുശേഷം അവർ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്നാനപ്പെടുത്തി. അപ്പോൾ ഇവിടെയുള്ളതായിരിക്കുന്ന വർഗീയ ശക്തികളെല്ലാം ഇളകി ഈ ഇരട്ടയാറ്, കട്ടപ്പന എല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. ഈ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതായത് വർഗീയ ശക്തികൾ അവരെ കൊല്ലുമെന്നും അവരുടെ ഭവനത്തിൽ കൊന്നിട്ട് അവരെ ശവമടക്കാൻ പോലും ആരെയും സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. എന്നിട്ട് ആ സഹോദരി എല്ലാം തോലും പിടിച്ച ഒരു സഹോദരിയാണ്. അവർ ധൈര്യത്തോടെ അവിടെ വന്ന് പറഞ്ഞു, എന്നെ ഇനിയും ആ പള്ളിയിലോട്ട് നിങ്ങൾ വിട്ടില്ലെങ്കിൽ അഥവാ ചെല്ലണ്ടെന്ന് അവിടുത്തെ സാറ് പറഞ്ഞാൽ എന്റെ വീട്ടിലിരുന്ന് ഞാൻ യേശുവിനെ വിളിക്കും. കാരണം ഞാൻ ഒത്തിരി പേരെ വിട്ടിട്ടാണ് യേശുവിന്റെ അടുത്തോട്ട് വന്നത്. എനിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു വിളിച്ചപേക്ഷിക്കാൻ. ആരും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ഈ യേശുവാണ് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇന്നും, അതായത് 2025 ജൂൺ മാസം 2-ാം തീയതിയും സഭയിലെ അംഗമാണ്. വളരെ ധൈര്യത്തോടെ നിൽക്കുന്നു.
2 പെൺകുഞ്ഞുങ്ങളാണ് അവർക്കുള്ളത്. ഒരു പെൺകുഞ്ഞിനെ ഒരു പാസ്റ്ററാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. മറ്റേ പെൺകുഞ്ഞ് ഇപ്പോഴും വിശ്വാസത്തിലാണ്, പക്ഷെ അവരുടെ ഭർത്താവ് വിശ്വാസത്തിലല്ല. ഈ സഹോദരി മുഖാന്തരം ഒത്തിരി പേരെ അവർ സുവിശേഷം കേൾക്കുവാൻ തക്കോണം വിളിച്ചുകൊണ്ടുവന്നു. അപ്പോൾ ഒത്തിരി എതിർപ്പ് ഈ പ്രദേശത്തുകൊണ്ട് വന്നു. അതായത് ഒരു കാലമുണ്ടായിരുന്നു, പുറത്തിറങ്ങിയാൽ കൊല്ലും എന്നൊക്കെ പറയുകയും എന്റെ സഹപ്രവർത്തകരായിരുന്ന ദൈവദാസന്മാരുടെ വീട്ടിൽ രാത്രി അവരുടെ ബെഡേലോട്ട് ജനലിന്റെ അകത്തൂടെ തീ കത്തിച്ചിടുകയും ബെഡ് കത്തിപ്പോവുകയൊക്കെ ചെയ്ത പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊന്നും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രധാനപ്പെട്ട ആളല്ലായിരുന്നുകൊണ്ട്, കർത്താവ് മാത്രം അഭയമായിരുന്നുകൊണ്ട് കർത്താവ് ഇതിൽ നിന്നൊക്കെ രക്ഷിച്ചു. അല്ലെങ്കിൽ യേശുവിന്റെ കൃപ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നുള്ളതല്ലാതെ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ക്ലെയിമും ഇല്ല. ഞാൻ ഒരു ആത്മാവിനെ രക്ഷയെ കൊണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ പേരുടെ പ്രാർത്ഥന കൊണ്ട് കൃപയാൽ അവരെ സ്നാനപ്പെടുത്താൻ ഒരു സാവകാശം കർത്താവ് എനിക്ക് തന്നെന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ക്ലെയിം എനിക്കില്ല. ഞാൻ രക്ഷയിൽ ആരെ കൊണ്ടുവന്നിട്ടില്ല. എനിക്കാരെ നിലനിർത്താൻ സാധ്യമല്ല. ഒന്ന് ഞാൻ അറിയുന്നു, എന്റെ കർത്താവ് ഇതിനൊക്കെ ശക്തനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഈ കവലകളിൽ എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി പാസ്റ്റർ കുര്യാക്കോസൻ കുടക്കച്ചിറ എന്ന് പറയുന്ന മനുഷ്യനുമൊത്ത് ദേശത്ത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ 54 ജയിലുകളുണ്ട്. ഇപ്പോൾ 57 എണ്ണമുണ്ട്. 54 ജയിലുകളും സുവിശേഷം അറിയിക്കാനുള്ള സാങ്ഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ തുടർച്ചയായിട്ട്, അതായത് ഒരു ഞായറാഴ്ച തന്നെ 2-3 ജയിലുകളിൽ സുവിശേഷം അറിയിക്കുമായിരുന്നു. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്ന പല വ്യക്തികളും ഇപ്പോൾ വളരെ വിശുദ്ധരായിട്ട് കർത്താവിന്റെ സഭയിൽ കൂടി പോകുന്നവരായിട്ട് ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നീട് ജയിലിലത്തെ കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോഴും ഈ കേരളത്തിലാകമാനം കവലപ്രസംഗങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. കുര്യാക്കോസ് പാസ്റ്ററുടെ റെക്കോർഡ് തുറന്നു നോക്കിയാൽ ഏതാണ്ട് 14,500-ലധികം ഗവൺമെന്റ് മൈക്ക് സാങ്ഷൻ തന്നെ എന്റെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം അത്രമാത്രം ഇതാരെയും അറിയിക്കാൻ വേണ്ടിയല്ല, ആരും ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തിരുന്നില്ല. ഒരിക്കൽ ഗുജറാത്തിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹത്തിന് പുതയ്ക്കാൻ ഇതും മുണ്ടും അങ്ങനെ 1-2 വസ്തുക്കളൊക്കെ തന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു സ്ഥിരം സപ്പോർട്ടുമില്ല. ഞാൻ എനിക്കുള്ള 30 സെന്റിന്റെ അകത്ത് നല്ലതുപോലെ പണിയും അതിൽ കിട്ടുന്ന ആദായം കൊണ്ടാണ് സുവിശേഷം ഇപ്പോഴും അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗാന്ധിധാമിൽ ഗുജറാത്തിൽ പ്രവർത്തിച്ചല്ലോ. ആ സമയത്ത് ഇപ്പോൾ നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു, പിന്നീട് പ്രധാനമന്ത്രിയായി. അപ്പൊ ഈ ഗുജറാത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിവരിക്കാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് പാസ്റ്റർ അവിടെ ചെയ്തതെന്ന്? സത്യം പറയാൻ ഗുജറാത്ത് പോലെ ശാന്തമായ ഒരു സംസ്ഥാനം ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ എന്റെ കാലയളവിൽ അങ്ങനെ ആയിരുന്നു താനും. BJPയുടെ ഭരണവും അത് സംബന്ധിച്ച് അവര് വർഗീയത ദേശത്ത് പരത്തിയതും മോദിയുടെ ഭരണത്തോടു കൂടിയാണ്. അവിടെ ചിമൻഭായ് പട്ടേലും ഒക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയ ഒരിടമാണ്. എന്തുമാത്രം മനുഷ്യർ അവിടെ കടന്നു വന്ന് ജീവിതം കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സമാധാനപരമായ സംസ്ഥാനമായിരുന്നുകൊണ്ടാണ്. ഒരു കിലോമീറ്ററിൻ്റെ അകത്തൊരു 3 അമ്പലങ്ങളെങ്കിലും കാണും. ഒന്ന് ഓർക്കണം, ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് തിരഞ്ഞെടുത്തിരുന്ന അമ്പലങ്ങളായിരുന്നു. ഞങ്ങളുടെ കൂട്ടുണ്ടായിരുന്ന റെജി മാത്യു വളരെ നല്ലൊരു സ്പീക്കറാണ്. അദ്ദേഹം IOCയുടെ മാനേജരായിരുന്നു. ജോലി റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ കർത്താവിന്റെ വേലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഗുജറാത്തിയിലും ഹിന്ദിയിലും ഒക്കെ നല്ലതുപോലെ പ്രസംഗിക്കുന്ന പാസ്റ്റർ എഡിസൺ, ബ്രദർ റെജി മാത്യു, അതേപോലെ അവിടെയുള്ള കോശിച്ചായൻ, അങ്ങനെ ഒത്തിരി പേര് സുവിശേഷത്തിന്റെ വിത്ത് എന്റെ ഉള്ളിലിട്ടതിൽ മാമച്ചായനും കോശിച്ചായനും ഒക്കെ ചെയ്ത കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ മുലപ്പാല് കൊടുത്ത് വളർത്തുന്നത് പോലെ സുവിശേഷത്തിൽ എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. എന്നെ കൊണ്ടുപോകാനും എന്റെ വിഡിത്തങ്ങളൊക്കെ സഹിക്കാനും എന്റെ വായിൽ നിന്ന് വരുന്ന ചിലപ്പം സൂട്ടബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാനും എന്നെ തിരുത്തുവാനും ഒക്കെ അവർ കാണിച്ചു. എന്നാൽ എഡിസൺ ബ്രദർ ആണ് എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനം എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എന്റെ അളിയനായിരിക്കുന്ന തോമസ് മാത്യു, അദ്ദേഹമൊക്കെ സുവിശേഷത്തിന് വേണ്ടി അടി കൊണ്ടിട്ടുള്ളതായിരിക്കുന്ന ആൾക്കാരാണ്. കൃപയാൽ അടി വാങ്ങുവാനുള്ള ആരോഗ്യം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്നെ അടികൊള്ളാൻ സമ്മതിച്ചില്ല. അത് തന്നെയല്ല, എൻ്റെ ആ സ്വഭാവത്തിലായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചാരു മജൂംദാർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചിന്താഗതിയുള്ള ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണുകയില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ അന്ന് അഥവാ ഒരു പീഡനമേൽക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരണം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കലും ഞാൻ കർത്താവിന്റെ വേലയിലോ ഒരുപക്ഷെ ഇന്ന് ജീവനോടെ പോലും കാണുകയില്ലായിരുന്നു. എന്നാൽ അവരെല്ലാവരും, സ്റ്റീഫൻ പാസ്റ്റർ നല്ലപോലെ ദൈവത്തിനും അറിയാവുന്ന പ്രഗത്ഭനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം സഭയുടെ പാസ്റ്റർ എന്നുള്ള രീതിയിൽ ഒത്തിരി
കാര്യങ്ങൾ എനിക്ക് ചെയ്ത് സഹായിച്ച് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കവലപ്രസംഗങ്ങളിലും സുവിശേഷം ഗ്രാമങ്ങളിൽ അറിയിക്കുന്നതിലും എഡിസൺ ബ്രദർ, കോശിച്ചായൻ, മാമച്ചായൻ, പാപ്പച്ചായൻ, സ്കറിയാച്ചായൻ ഒക്കെ ചെയ്ത ആ ഒരു സപ്പോർട്ട് മറ്റാരും എനിക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഗ്രാമത്തിൽ ചെന്നിട്ട് ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് പറയുന്നത് പരമേശ്വർക്ക് ബാരമേ ഭൂലിനെ കയറി ആയാഹും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പൊ അവർക്കെല്ലാം വലിയ സന്തോഷമാണ്. അവർ പറയും അങ്ങനെയാണ് നീ അമ്പലത്തിൽ നിന്ന് പറഞ്ഞാമെന്ന് പറയും. ഞങ്ങൾക്ക് അമ്പലത്തിന് മുൻഭാഗം തുറന്നു വരും. ഈ അമ്പലത്തിൽ കയറി നിന്ന് സത്യം പറഞ്ഞാൽ റെജിയൊക്കെ ഗുജറാത്തിയിൽ പ്രസംഗിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഗുജറാത്തികൾക്ക് അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് പ്രസംഗിക്കാൻ പറ്റുകയില്ല. എഡിസണും അപ്രകാരമായിരുന്നു. അപ്പൊ അവര് പറയും, ശക്തമായിട്ട് പറയും. അവസാനം ലോകത്തിന്റെ രക്ഷ യേശുവിലാണെന്ന് പറയുമ്പോൾ ഇവരെ നിറം മാറും. അപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ ഹെള്ളാമച്ചാണെങ്കിൽ യേശുവിൽ പറയില്ല. എന്നിട്ട് അവിടുന്ന് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. സ്കൂട്ടറിന്റെ അകത്ത് കാറ്റ് അഴിച്ചു വിട്ടിട്ടുണ്ട്. എന്റെ കൂടെയുള്ള ഒരു പ്രവർത്തകനായിരുന്ന ചാക്കോ, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശത്താണ്. അദ്ദേഹം MY ചാക്കോ എന്ന് പറയും. അദ്ദേഹമൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്വന്തം വണ്ടിയുമായിട്ട് വന്ന് റോഡിൽ വന്ന് വീണ് ഒത്തിരി അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഗുജറാത്തിലെ എന്റെ ജീവിതമാണ് എന്നെ ഈ രീതിയിൽ മോൾഡ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നതിൽ എനിക്ക് തെല്ലും സങ്കോചമില്ല. അവർ തന്നെയല്ല, അതാണ് പരമാർത്ഥം. എൻ്റെ ദാരിദ്ര്യത്തിൽ അവരെയാണ് പിടിച്ചു നിർത്തിയതും ഞാനാക്കിയതും കർത്താവ് അവരിൽ കൂടെയാണ് ഞാൻ ഇതിന്റെ മഹത്വമൊന്നും അവർക്ക് കൊടുക്കുകയല്ല, മറിച്ച് കർത്താവ് അവരിൽ കൂടെയാണ് ചെയ്തതെന്ന് പറയുന്നതിലുള്ള സന്തോഷം. അത് തന്നെയല്ല, എനിക്ക് ഈ ഭാഷയോട് ചെറുപ്പം ഒരു വലിയ താല്പര്യമാണ്. അങ്ങനെ കഴിയുന്നിടത്തൊക്കെ അതായത് വിവർത്തനം ചെയ്യുവാൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവരെന്നെ കൊണ്ടുപോകുമായിരുന്നു. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലോട്ടും ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലോട്ടും ഒക്കെ ആയിട്ട്. അങ്ങനെ എഡിസൺ ബ്രദറിന്റെ ഒരു സ്ഥിരം ട്രാൻസ്ലേറ്റർ ആയിരുന്നു ഞാൻ. അതേപോലെ ആരെങ്കിലും കേരളത്തിൽ നിന്ന് കാനമച്ചൻ അങ്ങനെയുള്ള പ്രധാന പ്രഭാഷകർ വരുന്നതായിരിക്കുന്ന സമയത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് അവര് നൽകി തന്ന് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നു. അവസാനം IPC ചർച്ച് ഗാന്ധിധാമിൽ നിന്നാണ് എന്നെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയച്ചത്. ബൈബിൾ കോളേജിൽ പഠിച്ച് ആൾക്കാര് അവിടെ കേവലം വിശ്വാസികളായിട്ടിരിക്കുമ്പോൾ ഒരു ബൈബിൾ കോളേജിലും പോകാത്ത ഞാൻ സുവിശേഷക്കാരനായിട്ട് ഇവിടെ വരികയും ചെയ്തു. എന്തെല്ലാം വിരോധാഭാസമാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കിവിടെ വരുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന്. അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം അതൊരു അപകർഷതാബോധം വരുത്താൻ തുടങ്ങി. കാരണം ബൈബിൾ കോളേജ് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. എന്നാൽ ബൈബിൾ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് മറ്റൊരു കാര്യം. അപ്പം എന്നാൽ കൃപയാൽ ഞാൻ മുട്ടേ നിൽക്കും. കർത്താവ് എനിക്ക് വെളിവാക്കി തന്നത് വേദപുസ്തകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ ഇൻസിഡൻസും എനിക്ക് ബൈഹാർട്ടാക്കാൻ കർത്താവ് കൃപ തന്നു. അത് തന്നെയല്ല, ഈ കട്ടപ്പനയുള്ളതായിരിക്കുന്ന ആൾക്കാരെയൊക്കെ എന്നെ സ്നേഹിച്ച് അവർ കൊണ്ടുപോകുന്നിടത്തൊക്കെ വേണ്ടതുപോലെ അക്കാലത്തെ അറിവും കഴിവും വെച്ച് നല്ലതുപോലെ ദൈവവചനം പറയാൻ എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തി. ഈ സകല മഹത്വവും കർത്താവിന് മാത്രമാണ് കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് അക്കാര്യത്തിൽ പ്രത്യേകമായി ഒരു കഴിവ് ഉണ്ടായിട്ടല്ല. പറയുവാൻ നല്ലൊരു പാരമ്പര്യമില്ല, പറയുവാൻ നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യതയില്ല, പറയുവാനുള്ളതായിരിക്കുന്ന സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളോ ഇല്ല. എല്ലാം കൃപയാൽ കർത്താവ് തന്നതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പാസ്റ്റർ ഇവിടെ വന്നതിന് ശേഷം പാസ്റ്റർ സഭ ആരംഭിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതായിരിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം 150ഓളം ബാഗ്, കുട, ആ കുട്ടികൾക്ക് ആവശ്യമായ നോട്ട്ബുക്സ് മുഴുവൻ വാങ്ങി ചെവി അറിയാതെ, ഇടതുകയും വലതുകയും അറിയാതെ ഞങ്ങൾ അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുത്തു. അതേപോലെ തന്നെ അവരെ ചിലരെല്ലാം അവിടോട്ട് വന്നു, സാറേ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇതൊന്നും ഞങ്ങൾ ഇതുവരെ ഒരു നോട്ടീസ് അടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ കവലയിൽ നിന്ന് അത് വിളിച്ചു പറഞ്ഞിട്ടില്ല. കവലയിൽ യേശുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് ഞങ്ങൾ പറയാറുമില്ല. ഈ ഒത്തിരിയേറെ ആശുപത്രിയിൽ ജോളിയും ഒരു സജിനി എന്ന് പറയുന്ന ഒരു സഹോദരിയും സ്ഥിരം ആശുപത്രിയിൽ സന്ദർശിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മിനിസ്ട്രി അവർ ഒത്തിരി കാലം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഈ ദേശത്തെ കേവലം ഓപ്പൺ എയർ മീറ്റിംഗ് മാത്രമല്ല, ആവശ്യത്തിലിരിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഏതാണ്ട് 1,35,000 രൂപ ഞങ്ങളെ വിളിച്ചൊരു സംഘടന തന്നു. അവർ വലിയ സംഘടനയാണ്. അത് പൈസയ്ക്ക് മുഴുവൻ ആദിവാസികളായിരിക്കുന്ന മനുഷ്യർക്ക് ഏതാണ്ട് 3,000-ഓളം രൂപയുടെ പ്രൊവിഷൻ വാങ്ങി പാക്ക് ചെയ്ത് എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിച്ച് അവർക്ക് കൊടുത്തു. അതുകൂടാതെ ആരെല്ലാം പൈസ തന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, കട്ടപ്പനെ എൻ്റെ
സാമ്പത്തികത്തിൽ എന്നെ നിർത്തിയത് ഷാജിയും സാബുവും മാത്രമാണ്. അവരൊക്കെ തന്നെ പൈസ അവര് എന്റെ ദാരിദ്ര്യം കണ്ടാ തരുന്നത്. പക്ഷെ സുവിശേഷവരെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നുകൊണ്ട് അവർ തരുന്നതിൽ ഞങ്ങളുടെ അരിപ്രശ്നം മാത്രം മാനേജ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ സുവിശേഷവരേക്ക് കൊടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ ദേശത്ത് ചെയ്യാവുന്നതായിരിക്കുന്ന, അതായത് അനിവാര്യമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആർക്കെങ്കിലും ഒരു പ്രയാസം പറ്റി, അപകടം പറ്റി, ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ ആയിരിക്കുന്ന സമയത്ത് അവിടെ ജനങ്ങൾക്ക് കിടക്കാൻ പായില്ലായിരുന്നു. ആ സമയത്ത് ചർച്ചിൽ നിന്നും ഞങ്ങളുടെ കടയിൽ നിന്നും ഒക്കെ വാങ്ങി പായകൾ കൊണ്ട് കൊടുത്തു. ഇതൊന്നും പിന്നെ തിരികെ കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആരും അറിയണമെന്ന് യാതൊരു നിർബന്ധവും അന്നുമില്ല, ഇന്നുമില്ല. ഇപ്പോൾ പാസ്റ്റർ വന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മറ്റേത് ഈ ഷാജിക്കും അപൂർവം ചില ആൾക്കാർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒരു പബ്ലിസിറ്റി ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്റെ വലങ്കയ്യായി നിന്ന് എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന ബിബു ജോൺ എന്ന് പറയുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം BTHും MDU ഒക്കെ എടുത്ത് കുമ്പനാട് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച ആളാണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും തമിഴ്നാട്ടിലാണ്. നല്ലതുപോലെ തമിഴിൽ പ്രസംഗിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള പ്രവർത്തനമാണ്. അദ്ദേഹം ഏതൊരു കാര്യത്തിനും ഏത് രാത്രിയോ പകലോ വിളിച്ചാലും ഓടി വന്ന് സഹായിക്കുക. ഞങ്ങൾക്ക് കാറില്ല, ഈ ബൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പം മഴ നനയാതെ ഞങ്ങൾ പോകുന്നെങ്കിൽ അത് ബുബുസാറിന്റെ കാർ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നോടൊപ്പം ആയിരുന്നവരും എന്നെ സ്നേഹിക്കാൻ വന്നവരും ഒക്കെ ഒരു കാലത്തും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. ഒത്തിരി പ്രവർത്തകരെ ഞാൻ മാർത്തോമ ബൈബിൾ കോളേജ്, നവജീവോദയം ബൈബിൾ കോളേജ് തിരുവല്ലയിൽ നിന്ന് ഞാൻ അന്ന് ഹിന്ദിയിൽ അവർക്ക് ബൈബിള് പഠിപ്പിച്ചിട്ട് അവരിൽ 10-15 പേര് സാറെ സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ രാത്രി 8 മണിക്കൊക്കെ ആൾക്കാരെ സ്നാനപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു സഹോദരൻ രാത്രി കടന്നു വന്നിട്ട് പറഞ്ഞു, സാറേ സാർ എന്നെ പോലെ സ്നാനപ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വേറൊരു എന്റെ കൂട്ടുകാരൻ വിളിച്ചതാണ്. ഞാൻ എറണാകുളത്താണ്, എനിക്ക് രാത്രി 12 മണിയുടെ ദിവസം തിരികെ പോകണം, എന്നെ സ്നാനപ്പെടുത്തണം, അല്ലാതെ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളുകളായി സുവിശേഷം പറഞ്ഞു, പക്ഷെ എനിക്ക് സ്നാനപ്പെടണം, നാളെ മനുഷ്യന്റെ സാർ ഉത്തരവാദി ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനെ രാത്രി 8 മണിക്ക് കൊണ്ട് സ്നാനപ്പെടുത്തി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഒത്തിരി പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നു. ഇവരൊന്നും എന്റെ ആത്മാവുമല്ല, ഇവരൊന്നും ഞാനുമായിട്ട് കടപ്പെട്ടവരുമല്ല. അപ്പോൾ ആ നവജീവോദയം ബൈബിൾ കോളേജിൽ നിന്ന്, നമ്മുടെ ബൈബിൾ സ്കൂളാണ്, അതുകൊണ്ട് ഒത്തിരി പേരെ കൊണ്ട് സ്നാനപ്പെടുത്താൻ കർത്താവ് എന്നെയും സഹായിച്ചു. അതേപോലെ തന്നെ പാസ്റ്റർ ജോൺ ചാക്കോ അതിന് അക്കാലത്ത് വളരെ തീഷ്ണമായിട്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം ഒത്തിരി പേരെ കൊണ്ട് ഇവിടെ സ്നാനപ്പെടുത്തി വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത്? ചർച്ച് മിനിസ്ട്രി ഉണ്ട്, ചർച്ച് മിനിസ്ട്രി, ഓപ്പൺ എയർ മീറ്റിംഗ്, ഇത് രണ്ടുമാണ് പ്രധാനം. എന്നാൽ എവിടെയെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അവിടെ പോയി സംബന്ധിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് ആൾക്കാരെ ആരെയും പേഴ്സണലി കണ്ടാൽ അവരോട് സുവിശേഷം പറയുക. ഒരു ഓട്ടോറിക്ഷക്കാരൻ ഞാൻ കയറി വന്നാലും പൈസ അവർക്ക് കൊടുത്തിട്ട് കർത്താവ് താങ്കളെ അനുഗ്രഹിക്കണമെന്ന് പറയും. ആ സമയത്താണ് നമ്മൾ അത് പറയാൻ ഞാൻ ആരെയും വിടാറില്ല. ചിലപ്പം നല്ല BJP-കാരനായിരിക്കും, കയ്യിൽ 5-6 ചരട് കാണും. ഐ എം നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. ഞാൻ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പറയും. അവർ നല്ലൊരു പുഞ്ചിരിയോടെ ഒരു വലിയ സെല്യൂട്ടും ഒക്കെ തന്നിട്ട് പോകും. കാരണം ഞാൻ പറയുന്നത്, ഈ കർത്താവിനെ എവിടെയെല്ലാം ആരോടെല്ലാം പറയാമോ അത് പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ശക്തമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്. അതിന്ന് വരെ എന്നോട് ആരും തിരിച്ച് ആ അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് പൈസക്ക് അവരോട് വാശി പിടിച്ചാൽ അവര് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. മറിച്ച് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അപ്പൊ പാസ്റ്ററുടെ ജീവിതത്തിലെ പാസ്റ്റർക്ക് മറക്കാനാവാത്ത വ്യക്തികളെ കുറിച്ചൊന്ന് പറയാം. ആരൊക്കെയാണ് പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ? പാസ്റ്റർ എൻ സ്റ്റീഫൻസ്, ബ്രദർ VG കറിയ, തോമസ് മാത്യു, എഡിസൺ, അങ്ങനെ ഗാന്ധിധാമിൽ പറഞ്ഞാൽ എനിക്കൊരു 19 പേരെ പറയണം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രമുഖരെ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കൽ നത്തുകല്ല് എന്ന് പറഞ്ഞായിരിക്കുന്ന കവലയിൽ നിന്ന് സുവിശേഷം പറയുകയാണ്. പാസ്റ്റർ ജോൺ ചാക്കോ ഉണ്ട്, ഞങ്ങൾ ഒരു 5-8 പേരുണ്ട്. അപ്പോൾ അവിടെ ഉള്ളതായിരിക്കുന്ന ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന് വാൾവിന് കീഴ്ത്ത വന്നു. അപ്പം അദ്ദേഹത്തിന് പൈസ ഇല്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യം കൊടുത്തു. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യം പറയാൻ കൊണ്ടുവന്നതാണ്. നത്തുകല്ല് കവലയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം ഈ അനുഭവ സാക്ഷ്യത്തിന് ശേഷം പറഞ്ഞു, ചാക്കോ ചായ, അവറാ ചായ, തൊമ്മി ചായ, കുഞ്ഞാവൻ ചേട്ടാ, നിങ്ങൾ ആരെങ്കിലും ഈ സന്ധ്യാവേളയിൽ രോഗം അനുഭവിക്കുന്നവരാകട്ടെ, എന്തെങ്കിലും ദുരിതത്തിലാകട്ടെ, നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നവരൊക്കെ ഒരു 85-90 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഇങ്ങനെ ആടിയാടി മുന്നോട്ട് വന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി സത്യം പറഞ്ഞാൽ എന്തോ ഒരു നല്ല സാക്ഷ്യം പറയാൻ വരികയാണെന്ന്. അടുത്തോട്ട് വന്ന് മൈക്ക് പിടിച്ചു വാങ്ങിട്ട് വന്ന്, നിന്റെ തന്തയാണ് ചാക്കോച്ചൻ. അപ്പോഴാ പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ പേര് ചാക്കോച്ചൻ. അപ്പം
പലയിടത്തും. അതായത് ഞങ്ങൾ ഒരിക്കൽ വെള്ളത്തൂവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു കയ്യിൽ മഞ്ഞച്ചട്ടലും മഞ്ഞ കൈലിയും ഒക്കെ കൊടുത്തുമായിരിക്കുന്നത്, അതായത് അവരുടെ കാവി മുണ്ടും ഒക്കെ കൊടുത്ത ഒരു മനുഷ്യൻ, ഞങ്ങൾ 4 പേര് സുവിശേഷം അറിയിക്കുന്നത് കണ്ട് ഒരു നോട്ടം നോക്കിയിട്ട് പോയി. 1.5 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ട് അദ്ദേഹം തിരികെ വന്നു. തിരികെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്കൂട്ടർ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ 500 രൂപ എന്നിട്ട് കൈ കൂപ്പിയിട്ട് പോയി. എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ യേശുവിനോട് ആർക്കും വിരോധമില്ല. നമ്മൾ ജനത്തെ അവരെ കുറ്റപ്പെടുത്തി അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയുമ്പോഴാണ് വിഷയം. യേശുവിനെ ഇഷ്ടമില്ലാത്ത ഒരാളുമില്ല. ഇന്നലെ ഒരു ഹൈന്ദവ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുക, ഞങ്ങളുടെ താഴെ ഒരു പെന്തക്കോസ് പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയിൽ നിന്നുള്ള പാട്ടുകൾ എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അവർ ഇവിടെ ചർച്ചിൽ കടന്നു വന്നുകൊണ്ടിരിക്കുക പുതുതായിട്ട്. ഞാൻ പറഞ്ഞത് അവർക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ബെഡ്റൂമിൽ അവർ യേശുവിന്റെ ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അവരുടെ കയറി ചെല്ലിടത്ത് ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. മറ്റേ യേശുവിന്റെ ആണെന്ന് നമ്മൾ സമ്മതിക്കാറില്ല, എന്നാൽ യേശുവിന്റെ ഒരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് യേശുവിനെ വേണ്ടാത്തവരാരുമില്ല. ഞങ്ങളെ ഒത്തിരി പേര് തെറി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് അടിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ കുര്യാക്കോസ് പാസ്റ്റർ ഒരു ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം എങ്ങനെയെങ്കിലും തലയൂരി വരും. എന്നോട് അദ്ദേഹം പറയും, അടിയോ ഇടിയോ വരുന്നുണ്ടെങ്കിൽ സാർ അവിടുന്ന് മാറി നിന്നോണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. ഞാൻ പറഞ്ഞത് എന്റെ അദ്ദേഹത്തെ സുവിശേഷപരമായിട്ട് ഇന്നുവരെയും കൈവെക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. അതിന് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. കർത്താവിനെ സൂക്ഷിച്ചു. അപ്പൊ ഇപ്പോഴത്തെ പ്രവർത്തനം ഇവിടെ വിശാലമായിട്ട് പോകുന്നു. ഒരു ആക്ഷേപവും എനിക്ക് ആരെക്കുറിച്ചും പറയാനില്ല, ഒരു കുറവും പറയാനില്ല. സമൃദ്ധമായിട്ട് നടത്തുന്നു. അതെങ്ങനെയാണെന്ന് കർത്താവിന്. മക്കളൊക്കെ എങ്ങനെയാ സുവിശേഷ വേലയ്ക്ക് സപ്പോർട്ടാണോ? മോള് അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ MBA റാങ്ക് ഹോൾഡറാണ്. ഞാൻ പറഞ്ഞു, മോളെ പപ്പാ ചെയ്യുന്ന വേലയേക്കാൾ നല്ലൊരു വേലയില്ല, അതുകൊണ്ട് മോളെ ഒരു പാസ്റ്ററെ കൊണ്ട് കെട്ടിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു അനീഷിനെ കൊണ്ട് കെട്ടിച്ചു. അനീഷും അവിടെ ചേർന്ന് ചർച്ച് ഓഫ് ഗോഡിന്റെ വേല KR കൃഷ്ണരാജപുരത്ത് ചെയ്യുന്നു. ഏതാണ്ട് അനീഷ് അവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 10-18 വർഷത്തിലേറെ ആയെന്ന് തോന്നുന്നു. വിവാഹത്തിന് ശേഷം അവർക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോനെ കാലിന് ഒരു ചെറിയ, അതായത് ഡിസബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ചട്ടൻ ഒന്നുമല്ല. അയാൾ +2 വരെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ആരോഗ്യത്തോടെ ക്രിക്കറ്റും ഫുട്ബോളും കളിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കാലിനൊരു വേദന വന്നു. അവസാനം അതിന് ട്രീറ്റ്മെന്റ് എങ്ങും കിട്ടാതെ ബാംഗ്ലൂർ നിംഹാൻസിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇത് സ്പാസ്റ്റിക് പാരാപ്ലീജിയ എന്ന് പറയുന്ന ഒരു ജനറ്റിക് പ്രോബ്ലമാണ്, ഇതിന് മെഡിസിൻ ഇല്ല, ഇതിനാകെ ഉള്ളത് നിങ്ങൾ അതായത് എക്സസൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അയാൾ PhD ആണ്. അയാൾ ലോയിൽ, അതായത് കുസാറ്റിലെ LLB LLMന്റെ ഒക്കെ റാങ്ക് ഹോൾഡറാണ്. നല്ലപോലെ പഠിക്കും. ഞാൻ പഠനത്തിൽ മോശമായിരുന്നെങ്കിലും കുഞ്ഞുങ്ങൾ തീവ്രവയാൽ 3 പേരും നല്ലപോലെ പഠിക്കുന്ന ആൾക്കാരായിരുന്നു. മറ്റേ ആള്, ഏറ്റവും ഇളയാള് മോൻ, അയാൾ BSc സൈബർ ഫോറൻസിക്കിന്റെ ഒരു എക്സ്പെർട്ടാണ്, സൈബർ സെക്യൂരിറ്റി. നല്ല ഈ ലോകത്തിലെ അറിയപ്പെടുന്ന ഡെലോയിറ്റ്, ഇത് EY ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് വേറൊരു കമ്പനി ഇപ്പോൾ അയാളെ ഹയർ ചെയ്തിരിക്കുകയാണ്. ദൈവകൃപയാൽ അവരൊക്കെ കർത്താവിന്റെ വേലയിൽ കവലയിൽ പ്രസംഗിക്കാൻ വന്നില്ലെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക്, സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും. പാസ്റ്റർക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 64 വയസ്സ്. ഈ 64 വർഷത്തെ ഒരു അനുഭവം വെച്ച് പുതിയ സുവിശേഷ പ്രവർത്തകരോടൊക്കെ എന്താണ് പാസ്റ്റർക്ക് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? സുവിശേഷം എപ്പോഴും വ്യക്തിപരമായിരിക്കണം. കവലയിൽ പ്രസംഗിക്കുന്നത് പോലെ ഇപ്പോൾ അത്ര എഫക്റ്റീവ് അല്ല. പിന്നെ ഞാൻ കവലയിൽ പ്രസംഗിക്കുന്നതിന്റെ സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ഒത്തിരി എതിർപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ഉറങ്ങുകയല്ല, ഞങ്ങൾ നിങ്ങളെ ഭയപ്പെട്ട് വീട്ടിലിരിക്കുകയല്ല. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിന്റെ നാമം കവലയിൽ ധൈര്യത്തോടെ പറയുന്നുണ്ടെന്ന് അവരെ കാണിക്കാനാണ്. അതിൽ കൂടെ മനുഷ്യർ മാനസാന്തരപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാവരും നിശബ്ദരായാൽ ഇവിടുത്തെ സുവിശേഷ വിരോധികൾ വിചാരിക്കും ഇതെല്ലാം കെട്ടടങ്ങി ഇവർക്ക് ശക്തിയില്ലെന്ന് വിചാരിക്കും. ഇല്ല, നമ്മൾ ധൈര്യത്തോടെ ഇപ്പോഴും കർത്താവിന്റെ വചനവും ക്രൂശിന്റെ വചനവുമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കവല പ്രസംഗം ചെയ്യുന്നത്. പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ആവോളം നല്ല ബന്ധം സ്ഥാപിക്കുക. ഓഫീസിലും പണി ചെയ്യുന്നിടത്തും അയൽവക്കത്തും നല്ല ബന്ധം സ്ഥാപിക്കുക. അയൽവക്കക്കാരൻ എത്ര ഉപദ്രവിച്ചാലും അവനോട് ഒരു എതിർപ്പും പറയാതിരിക്കുക. അവൻ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ അടുക്കൽ വരും. കാരണം അതുകൊണ്ട് ആരോടും പിണങ്ങാതെ ജീവിക്കുന്നതാണ് സുവിശേഷ വേലയുടെ ഏറ്റവും പ്രധാനമായ ദൗത്യം. ഒരു മനുഷ്യനോടും ഒരു കാരണവശാലും, കാരണം നാളെ അവന്റെ മുമ്പിൽ നമ്മൾ സാക്ഷിയായിട്ട് നിൽക്കേണ്ടവനാണ്. എനിക്ക് പുതിയ തലമുറയോടും പറയാനുള്ളതാണ്, അവർ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നിന്ന് സുവിശേഷം പറയാനുള്ള പ്രാഗൽഭ്യം മിനിമം നേടിയിരിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് പറയുമ്പോൾ സുവിശേഷകരൊക്കെ ഒരു പണം ഉണ്ടാക്കുന്ന ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നു. ആർഭാട ജീവിതം, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളുടെയൊക്കെ വളർച്ച വന്നതോടുകൂടി പൊതുവെ ഈ ആർഭാട ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ് പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരംഭത്തിലുള്ള ആ പെന്തക്കോസ്റ്റൽ തീഷ്ണതയിൽ നിന്ന്
ഇപ്പോഴത്തെ പെന്തക്കോസ്തൽ അവസ്ഥ അല്പം തീഷ്ണത കുറഞ്ഞോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. എന്താണ് പാസ്റ്റർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പാസ്റ്റർ, സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മൂത്തത് നന്നതിൽ മൂന്ന് നന്ന എന്ന് പറഞ്ഞവണ്ണം നമ്മുടെ ഉപദേശിമാരെല്ലാം വഴിതെറ്റി പോയതാണ്. അവരാണ് പണത്തെക്കുറിച്ചുള്ള സ്വാർത്ഥത ജനത്തിന്റെ ഉള്ളിൽ വളർത്തുന്നത്. ഒരു ദൈവദാസൻ പ്രവാചകൻ സഭയിൽ വന്നാൽ അവർ കുറെ മോഹങ്ങൾ മനുഷ്യരുടെ ഉള്ളിൽ ജനിപ്പിക്കുകയാണ്. നിങ്ങളെ അവിടോട്ട് കൊണ്ടുപോകാൻ കർത്താവ്, വെള്ളക്കാരുടെ ഇടയ്ക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇല്ലാതിരുന്ന ഒരു മോഹവും ഇല്ലായിരുന്നു ഇവന്റെ ജീവിതത്തിൽ മോഹം ജനിപ്പിക്കുകയാണ്. എന്നാൽ ഇവന്റെ കുറവുകളെ ഒന്നും പറഞ്ഞു കൊടുക്കുന്ന അപൂർവം ഒന്നോ രണ്ടോ ദിവസമാര് കാണും, അല്ലാതെ വേറെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാമ്പത്തികമാണെങ്കിൽ ഐ ഹാഡ് എ ലുക്രേറ്റീവ് ജോബ് വൈൽ ഐ വാസ് ഇൻ ഗുജറാത്ത്. ഐ വാസ് ഏർണിംഗ് എ വെരി ഗുഡ് എമൗണ്ട്. ആ കാലഘട്ടത്തിൽ സാധാരണക്കാർ ലഭിക്കാവുന്ന ഗവൺമെന്റ് ജോലിക്കാർ ലഭിക്കുന്നതിനേക്കാൾ പൈസ എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ കൊതിയനായി തീർന്നിട്ടുണ്ട്. കാരണം ഒന്നുമില്ലാതെ വന്നപ്പോ ഇനി എന്നാ ചെയ്യും, പിള്ളേരുടെ പഠനം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ നിന്റെ അധ്വാനം കൊണ്ടൊന്നും അല്ല കാര്യം നടക്കുന്നത്, എന്റെ കൃപയാലാണ്, അവിടെ നീ അത് മുഴുവൻ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ അയച്ചു വരുന്ന പൈസ അരിപ്രശ്നം അവർ കാണും. ചർച്ചിലെ ശുശ്രൂഷയിൽ എനിക്കൊരു ചെറിയ എമൗണ്ട് ലഭിക്കും. ഇതിന്റെ അകത്ത് മാക്സിമം എന്ന് പറയുന്നത് ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുകയും, അതായത് മറ്റാരോടും ചോദിക്കാതെ അപൂർവമായിട്ട് ചിലർ ഇപ്പോഴും എന്നെ വിളിച്ച് സഹായിക്കുന്നതുണ്ട്. എന്നാൽ അത് കൊടുത്ത് ഞാൻ കവരയിൽ ഒരു പ്രാവശ്യം കവരയിൽ നിൽക്കണമെങ്കിൽ മൈക്കിന്റെ സാങ്ഷൻ അടക്കം ഒരു 10,000-2,000 രൂപയില്ലാതെ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുകയില്ല. ഒരു പ്രാവശ്യം ജയിലിൽ പോകണമെങ്കിൽ മിനിമം 4,000 രൂപ മിനിമം വേണം. എങ്കിലേ കാരണം ജയിലിൽ ബസ്സേ പോകാൻ പറ്റുകയില്ല, കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റില്ല, കാറ് വിളിച്ചു പോകണം. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ചെലവ് വരുമ്പോൾ ഇതൊന്നും ആരും ഒന്നും തന്നിട്ടല്ല, കേവലം കർത്താവ് നൽകി തരുന്നു, അത് പങ്കിടുന്നു, ഞങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് സാമ്പത്തികത്തെ ആശ്രയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് കഴുകനെ പോലെ ചിറകടിച്ചു വരും, നീ കേവലം ഒരു കോമാളിയെ പോലെ ഇവിടെ നോക്കി നിൽക്കും, കർത്താവ് വരും, പക്ഷെ നീ തള്ളപ്പെടും. അതുകൊണ്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഇത് വെറും ഒന്നുമില്ലാത്ത ഒരു വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി നിന്നാൽ അന്നത്തെ ആഹാരം മതിയല്ലോ പാസ്റ്ററെ. അത് എനിക്ക് ജോലിക്കുണ്ട്, ജോലി ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി അടുത്ത ഇനി 62 വയസ്സായി, ഇനിയുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഏറെ നാൾ എനിക്ക് എന്റെ മുമ്പിൽ ഉണ്ടാകുകയായിരുന്നു. ഞാൻ ചർച്ചിലും പറയാറുണ്ട്, ദൈവമക്കളെ ഞാൻ ഇവിടുന്ന് പോകും, അത് പോകും, എനിക്ക് പോയേ പറ്റുള്ളൂ, കാരണം കർത്താവിനെ വിളിച്ചാൽ ഞാൻ പോകും. അത് ഏറ്റവും ഞാൻ ഒരു രക്തസാക്ഷിയായിട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം, എന്റെ ധൈര്യം. എന്നാൽ അതൊന്നും ആയിരിക്കില്ല കർത്താവിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കർത്താവിന്റെ ഹിതം പോലെയാണ്. ചർച്ചിൽ നിന്ന് കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും 2-3 പേരെ വാർത്തെടുക്കണം. ഞാൻ മാറിക്കഴിഞ്ഞാൽ, അതായത് ദേശത്ത് ഉപദേശിയെ അന്വേഷിച്ച് നടക്കാൻ ഇടയാകാതെ കുഞ്ഞുങ്ങൾ ഇവിടെ സുവിശേഷ വേലക്കാരാകണം. എന്നാൽ സഭയിൽ ഇപ്പം തന്നെ സുവിശേഷ വേലയ്ക്ക് താങ്ങ് തരുന്ന സാബു ബ്രദറുണ്ട്, അങ്ങനെ പല സഹോദരന്മാരുണ്ട്. അവരൊക്കെ സുവിശേഷ വേല കൈത്താങ്ങ് തരുന്നവരും അത്യാവശ്യം ഒന്ന് പ്രബോധിപ്പിക്കാനോ ഒരു കാര്യം പറയാനോ ഒക്കെ പ്രാപ്തരായിട്ടുള്ളവരുണ്ട്. പക്ഷെ അതല്ല, അവരെ സുവിശേഷകരാക്കി തന്നെ തീർക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇനി എന്തെങ്കിലും പൊതുജനം അറിയണം, പാസ്റ്ററുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ പാസ്റ്റർക്ക് പറയാം. ഒരു സഭയിലും കടന്നു എന്ന് നമ്മുടെ വീരശൂര പരാക്രമങ്ങളെ കുറിച്ച് പറയാതിരിക്കുക, യേശുവിനെ കുറിച്ച് മാത്രം പറയുക. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, കഞ്ചാവും കള്ളും കുടിച്ചു നടന്നവർക്ക് മാത്രമേ ലോകത്തിൽ സ്റ്റേജുകളുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇതൊന്നും ചെയ്യാത്ത വിശുദ്ധന്മാർ ധാരാളമുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവായിരിക്കണം നമ്മുടെ ഐഡന്റിറ്റി. അല്ലാതെ ഫുൾ കൈ ഷർട്ട് ഇടുന്നതോ ക്ലീൻ ഷേവ് ഒന്നും നമ്മുടെ ഐഡന്റിറ്റി അല്ല. യേശുവിന്റെ ആത്മാവിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ മാത്രം ജീവിക്കണം. ജനം എല്ലാവരും അങ്ങനെ ആകണം എന്നുള്ള ഒരു ചിന്തയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ചു. നിത്യനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ വൻ കാര്യങ്ങൾക്കായിട്ടും സ്തോത്രം. ഒരു ചെറു ശിശുവായിട്ട് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളല്ല കർത്താവെ, കൃപയാൽ, അങ്ങയുടെ കൃപയാൽ മാത്രം ഞങ്ങൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ആയിരിക്കുന്നതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ കാൽവരി ക്രൂശിനെ ഉയർത്തുവാൻ അന്ത്യനിമിഷം വരെയും അടിയനെ മാത്രമല്ല കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകണം. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവർക്കായി സ്തോത്രം. അതിനായി സാമ്പത്തികം ചിലവഴിക്കുന്നവർക്കായി സ്തോത്രം. ഈ ദേവദാസനെ പോലെ കർത്താവെ പലരുടെയും സാക്ഷ്യം മറ്റുള്ളവരിൽ എത്തിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു വലിയ പ്രതിശാന്തിയായി, കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു വലിയ ഉത്തേജനമായി തീരുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളം ചാനലുകൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള എല്ലാ ചാനലുകാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം കർത്താവെ സാമ്പത്തിക അവസ്ഥകൾക്ക് വളരെ പരിതാപകരമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു.
ജനം അതറിഞ്ഞ് കർത്താവെ വേലയ്ക്കുള്ളത് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം, സഹായിക്കണം. ദേശത്ത് വിശുദ്ധന്മാരുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളുടെ എണ്ണം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതായിരിക്കും ദൈവദാസനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, കർത്താവ് കൊടുത്ത കുഞ്ഞുങ്ങളെ 3 പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ടവരെ സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ ഓരോ താമസമായ ഭൂമുഖത്ത് ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു.